നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂൾസ് ഇല്ലാതെ ജേണൽ എൻട്രീസ് എളുപ്പത്തിൽ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ജേണൽ എന്താണെന്ന് നോക്കാം. ദ ഒറിജിനൽ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ഈസ് കാൾഡ് ജേണൽസ്. ട്രാൻസാക്ഷൻസ് ഒറിജിനലി റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജേണൽസ് എന്ന് പറയുന്നത്. ആ ബുക്സ് ആണ് ജേണൽ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ എ ജേണൽ ഈസ് കാൾഡ് ജേണലൈസിങ്. അങ്ങനെ റെക്കോർഡ് ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജേണലൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ റൂൾസുകൾ നമ്മൾ കാണാതൊന്നും പഠിക്കേണ്ട, നമുക്ക് എളുപ്പ വഴിയിൽ റൂൾസുകൾ പഠിക്കാം. അപ്പോൾ റൂൾസുകൾ പഠിക്കുന്നതിന് ഒരു എളുപ്പ വഴി പറയാം. നമ്മൾ പേൾസ് എന്ന് കേട്ടിട്ടുണ്ട്. PEARLS പേൾസ്. PEARLS. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഐറ്റവും കൂടി ചേർക്കാം, സി. ഇപ്പം എന്തായി? പേൾ സി എന്നായി. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. P for purchase, E for expenses, A for asset, R for revenue or income, L for liability, S for sales, C for capital. ഇനി ഇതെങ്ങനെയാണ് ജേണൽ എൻട്രീസിൽ വരുന്നതെന്ന് നോക്കാം. ഈ ആദ്യത്തെ 3 ഐറ്റം പർച്ചേസ്, എക്സ്പെൻസസ്, അസറ്റ്, ഈ 3 ഐറ്റത്തിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഇനി എന്താണ് ഡെബിറ്റ് ബാലൻസ്? ഈ 3 ഐറ്റം ബിസിനസ്സിൽ കൂടിയാൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും. ബിസിനസ്സിൽ കൂടിയാൽ ഡെബിറ്റ് ചെയ്യും, കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. പർച്ചേസ്, എക്സ്പെൻസസ്, അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യും, കുറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. നെക്സ്റ്റ് 4 ഐറ്റം റവന്യൂ, ലൈബിലിറ്റി, സെയിൽസ്, ക്യാപിറ്റൽ. ഈ 4 ഐറ്റത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇനി എന്താണ് ക്രെഡിറ്റ് ബാലൻസ്? ഈ 4 ഐറ്റം കൂടിയാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, കുറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. റൂൾസുകൾ ഒന്നും പഠിക്കേണ്ട, ഈ കാര്യം മാത്രം ഓർത്താൽ മതി. പേൾസ് എന്ന് ഓർക്കുക. PEARLS, പേൾസ് സി. ആദ്യത്തെ 3 ഐറ്റം ഡെബിറ്റ് ബാലൻസ് ആണ്. കൂടിയാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അടുത്ത 4 ഐറ്റത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യും. ആ 4 ഐറ്റം കുറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇതാണ് ജേണൽ എൻട്രീസ് എഴുതുന്നതിൻ്റെ ഫോർമാറ്റ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയം, ഡെബിറ്റ്, ക്രെഡിറ്റ്, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? രവി സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ക്യാഷ് ₹20,000. രവി എന്താണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്. നമ്മുടെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ബിസിനസ്സും രവിയും രണ്ടും രണ്ടാണ്. അപ്പം രവി കൊണ്ടുവരുന്ന ഐറ്റം ക്യാപിറ്റൽ ആണ്. അപ്പം അതെന്തായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ക്യാഷും ഉണ്ട്, ക്യാപിറ്റലും ഉണ്ട്, 2 ഐറ്റമായി. ഇനി അത് ഏതിനെ ഡെബിറ്റ് ചെയ്യും, ഏതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും? ബിസിനസ്സിലേക്ക് ക്യാഷും വന്നു, ക്യാപിറ്റലും വന്നു. ക്യാപിറ്റൽ വന്നത് ക്യാഷ് ആയിട്ടാണ്. അപ്പം ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ്. അസറ്റിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ് അസറ്റിന്. അപ്പം എന്താണ്? ക്യാഷ് കൂടി, അസറ്റ് കൂടി. അസറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു. ഇനി എന്താണ് കൊണ്ടുവന്നത്? ക്യാപിറ്റൽ ആണ് കൊണ്ടുവന്നത്. ക്യാപിറ്റലിന് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ കൂടിയ എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ടു ക്യാപിറ്റൽ. ഓക്കെ, എമൗണ്ട് എത്ര തന്നിരിക്കുന്നത്? 20,000. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ ആണ്. ഇനി നമ്മൾ ഇന്ന് നരേഷൻ എഴുതണം. അത് നമുക്ക് പ്രത്യേകിച്ച് എഴുതാൻ അറിയത്തില്ലെങ്കിൽ എന്താണ്? ആ ക്വസ്റ്റ്യനെ തന്നിരിക്കുന്നത് അതുപോലെ എഴുതിയാൽ മതി. രവി സ്റ്റാർട്ടഡ് എ ബിസിനസ്. രവി started a business.
ആ എമൗണ്ട് എഴുതണ്ട, ഇത്രയും കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. രണ്ടാമത് തന്നിരിക്കുന്നത് എന്താണ്? പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹2000. ഗുഡ്സ് എന്ത് ചെയ്തേക്കാണ്? പർച്ചേസ് ചെയ്തേക്കാണ്. ബിസിനസ്സിലേക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്തേക്കാണ്. നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ക്യാഷ് ആണ് കൊടുക്കുന്നത്. ഇവിടെ ക്രെഡിറ്റിന് നമ്മൾ ബിസിനസ് സാധനം വാങ്ങും, പക്ഷെ ഇവിടെ നമ്മൾ ക്യാഷിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫോർ ക്യാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ₹2000 കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്സ് പർച്ചേസ് ചെയ്തേക്കാണ്. അപ്പോൾ ഇവിടെ 2 ഐറ്റം വന്നു, പർച്ചേസും വന്നു, ക്യാഷും വന്നു. പർച്ചേസും ക്യാഷും വന്നു. ഇനി ഇതിന് ഏതിനാണ് ഡെബിറ്റ് ബാലൻസ്, ഏതിനാണ് ക്രെഡിറ്റ് ബാലൻസ് എന്ന് നോക്കാം. അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ പർച്ചേസ് തന്നിട്ടുണ്ട്. പർച്ചേസിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ബിസിനസ്സിൻ്റെ പർച്ചേസ് എന്ത് ചെയ്തേക്കുവാണ്? കൂടിയേക്കുവാണ്. അപ്പം ഡെബിറ്റ് ബാലൻസ് ആണ്. പർച്ചേസ് കൂടിയ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പം രണ്ടാമത്തത് പർച്ചേസ്. പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ 2. എന്താണ് നമ്മൾ കൊടുത്തത്? ക്യാഷ് ആണ് കൊടുത്തത്. ക്യാഷ് എന്താണ്? ഒരു അസറ്റ് ആണ്. ഇവിടെ അസറ്റ് എന്ത് ചെയ്തേക്കുക? ബിസിനസ്സിൻ്റെ അസറ്റ് കുറഞ്ഞേക്കുവാണ്. ക്യാഷ് അത്രയും രൂപ കുറഞ്ഞു. ക്യാഷ് കുറഞ്ഞു, അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ടു ക്യാഷ്. എത്രയാണ് എമൗണ്ട്? 2000 ആണ് എമൗണ്ട്. നരേഷൻ എഴുതണം. പർച്ചേസ് ഓഫ് ഗുഡ്സ്. നെക്സ്റ്റ് എന്താണ്? സെയിൽസ് ഗുഡ്സ് ₹30,000. ₹30,000 എന്ത് ചെയ്തേക്കുവാണ്? സെയിൽസ് ചെയ്തേക്കുവാണ്. അപ്പം നമ്മളൊരു സാധനം വിറ്റാൽ അതെന്താണ്? ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. അപ്പം ക്യാഷും വന്ന ഒരു ഐറ്റം. പിന്നെന്താണ് നടന്നത്? സെയിൽസ് ആണ് നടന്നത്. അപ്പം ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. സെയിൽസ് നടത്തിയപ്പം ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. ക്യാഷിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാഷ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ 2. ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ 2. എന്താണ് നടന്നത്? സെയിൽസ് ആണ് നടന്നത്. അപ്പോൾ സെയിൽസിന് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇവിടെ എന്ത് കൂടിയേക്കുവാണ്? നമ്മുടെ ബിസിനസ്സിൻ്റെ സെയിൽസ് കൂടിയേക്കുവാണ്. അപ്പോൾ സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. കൂടിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ 2 സെയിൽസ്. എത്രയാണ് എമൗണ്ട് വന്നിരിക്കുന്നത്? 30,000. അതും എഴുതാം. ക്യാഷ് സെയിൽസ്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് റെന്റ് റിസീവ്ഡ് ആണ്. നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് എന്ത് ചെയ്തേക്കുവാണ്? റെന്റിന് കൊടുത്തേക്കുവാണ്. അപ്പോൾ അവർ നമുക്ക് എന്ത് തരികയാണ്? റെന്റ് തരികയാണ്. അപ്പോൾ അവർ നമുക്ക് റെന്റ് എങ്ങനെയാണ് തരുന്നത്? ക്യാഷ് ആയിട്ടാണ് റെന്റ് തരുന്നത്. അപ്പം നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുമ്പോൾ ക്യാഷിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പം നമ്മൾ ക്യാഷിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ 2. ഇനി എന്തായിട്ടാണ് വന്നത്? റെന്റ് ആയിട്ടാണ് വന്നത്. റെന്റ് റിസീവ്ഡ് എന്നാണ് പറഞ്ഞത്. അത് ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള ബിസിനസ്സിന്റെ എന്താണ്? ഇൻകം ഓർ റവന്യൂ ആണ്. അപ്പൊ ഇൻകം ഓർ റവന്യൂവിന് എന്ത് ബാലൻസ് ആണെന്നാണ് പറഞ്ഞത്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇൻകം ഓർ റവന്യൂ കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത് റെന്റ് ആണ്. അപ്പം നമ്മൾ റെന്റിനെ എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു റെന്റ്. എമൗണ്ട് എത്ര തന്നിരിക്കുന്നത്? 400 ആണ് തന്നിരിക്കുന്നത്. അപ്പം അതിനു എഴുതാം റെന്റ് റിസീവ്ഡ്. ഓക്കെ. നെക്സ്റ്റ് തന്നിരിക്കുന്നത് പെയ്ഡ് ഇൻഷുറൻസ് എന്നാണ്. നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്? ഇൻഷുറൻസ് കൊടുത്തേക്കുവാണ്. ബിസിനസ് ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തേക്കുവാണ്. അതിന് മന്ത്ലി ആയിരിക്കും ചിലപ്പോൾ ഇൻഷുറൻസ് എമൗണ്ട് പെയ്ഡ് ചെയ്തിരിക്കുമായിരിക്കും. അപ്പം നമ്മൾ പെയ്ഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പെയ്ഡ് ചെയ്യുന്നത്? ക്യാഷ് ആയിട്ടാണ് പെയ്ഡ് ചെയ്യുന്നത്. ക്യാഷ് എന്ത് ചെയ്തേക്കുവാണ്? അപ്പം കുറഞ്ഞേക്കുവാണ്. ക്യാഷ് കുറയാണ്. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയിരിക്കുകയാണ്. അപ്പം ക്യാഷിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പം ക്യാഷ് കുറഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇനി നമ്മൾ എന്തിനെ ഡെബിറ്റ് ചെയ്യണമെന്ന് നോക്കണം. ഇവിടെ നമ്മൾ എന്തിനു വേണ്ടിയാണ് കൊടുത്തേക്കുന്നത്? ഇൻഷുറൻസിന് വേണ്ടിയാണ് കൊടുത്തേക്കുന്നത്.
അപ്പം ബിസിനസ്സിനെ സംബന്ധിച്ചോളം ഇൻഷുറൻസ് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പം എക്സ്പെൻസിനും എന്ത് ബാലൻസ് തന്നെയാണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഇവിടെ നമ്മുടെ ആ എക്സ്പെൻസ് കൂടിയേക്കുവാണ്. അപ്പം എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പം ഇൻഷുറൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇൻഷുറൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്തായിട്ടാണ് കൊടുത്തത്? ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. ബിസിനസിന്റെ ക്യാഷ് കുറഞ്ഞു. ക്യാഷ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എമൗണ്ട് എത്രയാണ്? 1000 ആണ് തന്നിരിക്കുന്നത്. ഇത്രയാണ് ബേസിക് കാര്യങ്ങൾ ജേർണൽ എൻട്രീസിൽ വരുന്നത്. ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ബിസിനസ് എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നുണ്ട്, അതുപോലെ സെയിൽസ് ചെയ്യുന്നുണ്ട്. പിന്നീട് വരുന്നത് ഒരു ഇൻകം റിസീവ് ചെയ്യുന്നു, അതുപോലെ ഒരു എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു? പെയ്ഡ് ചെയ്യുന്നു. ഇതാണ് ബേസിക് ജേർണൽ എൻട്രീസിൽ വരുന്നത്. അപ്പം ഓരോ ഐറ്റവും നോക്കുക. എല്ലാ ഐറ്റത്തിനും ട്രാൻസാക്ഷനും എന്തുണ്ട്? 2 ആസ്പെക്ട്സ് വരും. ഡെബിറ്റ് ആസ്പെക്ട്സും വരും, ക്രെഡിറ്റ് ആസ്പെക്ട്സും വരും. അപ്പം നമ്മൾ ആ ഡെബിറ്റും ക്രെഡിറ്റും ഏത് ഐറ്റം ആണെന്ന് നമ്മൾ പറഞ്ഞ റൂൾ അനുസരിച്ച് നോക്കണം. അപ്പം ആദ്യത്തെ 3 ഐറ്റം ആണെങ്കിൽ എന്താണ്? അതിന് ഡെബിറ്റ് ബാലൻസ് ആണ്. പർച്ചേസ്, എക്സ്പെൻസ്, അസറ്റ്. അത് കൂടിയാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കുറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനിയുള്ള അടുത്ത 4 ഐറ്റം എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. റവന്യൂ ഓർ ഇൻകം, ലയബിലിറ്റി, അതുപോലെ സെയിൽസ്, ക്യാപിറ്റൽ. ഈ 4 ഐറ്റത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ഐറ്റം ബിസിനസ്സിൽ കൂടിയാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, കുറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇതാണ് ജേർണൽ എൻട്രീസ് എഴുതാനുള്ള എളുപ്പവഴി.